ഹലോ, ലെസൺ 11 നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി പഠിക്കാം. അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ നാലാമത്തെ ഭാഗം. മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചത് നോക്കാം. നാലാമത്തേത്, അതായത് ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി തുടങ്ങി അതിപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക, ഫിനിഷ് ആയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം കാണിക്കാനും, അതല്ലെങ്കിൽ ഇന്ന സമയത്ത് തുടങ്ങി എന്നിട്ട് അത് ഇപ്പോഴങ്ങ് ഫിനിഷായി, ജസ്റ്റ് ഫിനിഷ്ഡ് എന്ന് പറയില്ലേ, അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസ് എടുക്കും. നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പം ഞാൻ രാവിലെ 8 മണി തൊട്ട് അലക്കിക്കൊണ്ടിരിക്കുക, ഞാനങ്ങ് മടുത്തുപോയി എന്നെനിക്കൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നത് തന്നെ പറയണ്ടേ, 8 മണി തൊട്ട് എന്ന് തന്നെ എനിക്ക് കാണിക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ അലക്കുവാന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെയുള്ള സിറ്റുവേഷന് വേണ്ടിയിട്ടും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 4 മണി തൊട്ട് പൈപ്പിൽ വെള്ളം വെയിറ്റ് ചെയ്യുക, ഇപ്പോഴങ്ങോട്ട് വന്ന്, അപ്പം എന്നെ വന്നു കഴിഞ്ഞ് വെള്ളം വന്നതിന് ശേഷം പിന്നെ എനിക്ക് വെയിറ്റിംഗ് ഇല്ല, അതിൻ്റെ അവിടെ അത് തീർന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ് ഈ ടെൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോം നോക്കാം. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. സബ്ജക്റ്റ് സിംഗുലർ ഏതാ? ഷീ, ഈ, ഹീ, ഇറ്റ് എന്നൊക്കെ നമ്മൾ ഏകവചനം പറഞ്ഞില്ലേ, അതായത് ഒരു ടീച്ചർ അല്ലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒന്നിനെ പറഞ്ഞില്ലേ, ഏകവചനങ്ങൾ ഒരാൾക്ക്, അവർക്കാണ് നമ്മൾ ഈ ഹാസ് കൊടുക്കുന്നത്. പിന്നെ പ്ലൂറൽ ഏതാ? പ്ലൂറലായിട്ടാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ചിലയിടത്ത് ഐക്ക് ചെറിയൊരു മാറ്റമുണ്ട് നമുക്കറിയാം, എന്നാലും പ്ലൂറലായിട്ടാണ്. ഞങ്ങൾ, അവർ, നിങ്ങൾ എന്നൊരു ഗ്രൂപ്പ് ഓഫ് അല്ലെ 2 പേരിനൊക്കെ നമ്മൾ പ്ലൂറൽ അവർക്ക് ഹാവ് കൊടുക്കാം. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 7 AM. ഞാൻ നിന്നെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് 7 മണി തൊട്ടേ. അതൊന്ന് കാണിച്ചു. പിന്നെ വേറൊരാളുടെ ഷീ ഹാസ് ബീൻ പെയിൻറ്റിങ് ഫോർ 2 hours. അവളെ പറ്റി ഞാൻ പറയുക, അപ്പോൾ എനിക്ക് അവൾ സിംഗുലർ ആയതുകൊണ്ട് ഞാൻ അവൾക്ക് ഹാസ് കൊടുത്തു. ഷീ ഹാസ് ബീൻ പെയിൻറ്റിങ് ഫോർ 2 hours കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള അതായത് ദേ വെച്ച് നമുക്ക് പറയാം. അതായത് ഒന്നിലധികം പേരെ പറ്റി നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ദേ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 PM. ദേ വന്നതുകൊണ്ട് അവർക്ക് നമ്മൾ ഹാവ് കൊടുത്തു, കാരണം അവർ പ്ലൂറലായതിന് അവരുടെ കൂടെ ഹാസ് അല്ല ഹാവാണ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 PM. അപ്പോൾ നമ്മൾ ഓർക്കും ഈ ഷീ ഹാസ് ബീൻ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ നമ്മൾ 2 hours കൊടുത്തു, ഇതെന്താ ഇവരുടെ കൂടെ നമ്മൾ സിൻസ് 4 PM കൊടുത്തു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കണം, അത് തെറ്റിക്കാൻ പാടില്ല. അതായത് ഇപ്പം നമ്മൾ സിൻസ് ഒരു സമയം പറഞ്ഞിട്ട് പറയുക, ഇന്ന സമയത്ത് എന്ന് നമ്മൾ എടുത്ത് കാണിക്കുക, സിൻസ് 7 AM, അല്ലാതെ നമ്മൾ 4 7 AM എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത് തൊട്ട് എന്നുള്ളതിനെ നമ്മളിങ്ങനെ എടുക്കുക, ഈ സിൻസ് ചേർക്കണം. അതുപോലെ തന്നെ ഇവൾ ഈ ചെയ്യുന്നത് 2 മണിക്കൂറായിട്ടാണ് ചെയ്യുന്നത്, കണ്ട, അതായത് ഇന്നൊരു ഈ ഒരു അതായത് 3 മണി തൊട്ടെന്നല്ല, അവൾ 2 മണിക്കൂറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അങ്ങനെയും പറയണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ 4 ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സിൻസ്, ഇപ്പം ഞാനൊരു ഇംഗ്ലീഷിൻ്റെ പഠിക്കുന്ന ഒരു കോഴ്സ് തുടങ്ങി, അത് ഞാൻ ലാസ്റ്റ് ജനുവരിയിലാണ് തുടങ്ങിയത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് 4 ലാസ്റ്റ് ജനുവരി എന്ന് പറയാൻ പറ്റത്തില്ല. സിൻസ് ലാസ്റ്റ് ജനുവരി എന്ന് പറഞ്ഞാലേ എനിക്ക് കറക്റ്റ് ആകത്തുള്ളത്. അപ്പോൾ 4ഉം സിൻസും യൂസ് ചെയ്യുമ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിയെല്ലാം ഇതിൽ സെയിമാണ് വരുന്നത്. എന്നാലും നമുക്കത് ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഐ ഹവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 7 AM എന്നാണ് എൻ്റെ ആൻസറെ. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എനിക്കത് നിന്നോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എനിക്ക് എന്താ അറിയാവുന്നത്? നീ എന്നെ 7 മണി തൊട്ട് വെയിറ്റ് ചെയ്യുവാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചോദ്യം നീ എന്നെ 7 തൊട്ട് വെയിറ്റ് ചെയ്യുവാണോ എന്നല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? യുവിൻ്റെ കൂടെ നിന്നോടാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ നിനക്കാരാ വരുന്നത്? യുവിൻ്റെ കൂടെ ഹാസ് അല്ല ഹാവാന്നറിയാം. അപ്പോൾ എൻ്റെ ആൻസർ എന്താ? യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ സിൻസ് 7 AM എന്നാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഹാവിനെടുത്ത് ആദ്യം ഇടണം, യുവിനെടുത്ത് രണ്ടാമത് ഇടണം. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ സിൻസ് 7 AM ആൻസർ കിട്ടി. പിന്നെ അത് ഷീ ആണെങ്കിൽ ഷീ ഹാസ് ബീൻ പെയിൻറ്റിങ് ഫോർ 2 hours എന്നാണ്. അപ്പം നമുക്കറിയാം ആൻസർ ഷീയുടെ കൂടെ. അപ്പം ഞാൻ അവളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം എനിക്ക് ചോദിക്കേണ്ടത് എന്തുവാ? ഷീ ഹാസ് ആണ്. ഹാസിനെ ആദ്യം ഇടുക, ഷീനെ രണ്ടാമത് ഇടുക. ഹാസ് ഷീ ബീൻ പെയിൻറ്റിങ് ഫോർ 2 hours. അവൾ 2 മണിക്കൂറായിട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ദേ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 PM ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചോദിക്കേണ്ടത്? ഹാവിനെ എടുത്ത് ആദ്യം ഇടുക, ദേനെ എടുത്ത് രണ്ടാമത് ഇടുക. ഹാവ് ദേ ബീൻ പ്ലേയിങ് സിൻസ് 4 PM. അത്രയേ ഉള്ളൂ. നമ്മൾ അപ്പുറത്തൊക്കെ പഠിച്ചതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിപ്പം എനിക്ക് നീ എന്നെ 7 മണി തൊട്ട് വെയിറ്റ് ചെയ്യുവാന്ന് അറിഞ്ഞു വെച്ചിട്ട് ഞാൻ ചോദിക്കുക, എനിക്ക് അറിയാതെയാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഹൗ ലോങ് എന്ന് ചോദിക്കണം. എപ്പോൾ തൊട്ട് എത്ര സമയം എന്നുള്ള രീതിയിൽ. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ എന്ന് ചോദിക്കണം. നീ എത്ര നേരം, നീ 7 മണി തൊട്ടാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, അങ്ങനെ നമ്മൾ ചോദിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അതുപോലെ അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ വേറെയും ചേർത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാം.
പിന്നെ ഇതിനെ വെച്ചിട്ട് എക്സാമ്പിൾ എഴുതുക. ഈ സിറ്റുവേഷൻ, അതായത് എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വർത്തമാനങ്ങൾ എനിക്ക് ഏതൊക്കെ വേണം. ഇപ്പം നമ്മൾ 8 മണി തൊട്ട് അലക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എന്തൊക്കെയാണോ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് എക്സാമ്പിൾ എഴുതാൻ നോക്കുക.